സോ ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ സെഷനാണ് എത്തിക്സിൻ്റെ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഏരിയയിലെ രണ്ടാമത്തെ ഡിസ്കഷൻ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി എബൌട്ട് ലീഗൽ ഫ്രെയിം വർക്ക്, കോർപ്പറേറ്റ് ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലീഗൽ ഫ്രെയിം വർക്ക് എന്താണ്, അതോടൊപ്പം തന്നെ CSRുമായി ബന്ധപ്പെട്ട് വരുന്ന ലീഗൽ ഫ്രെയിം വർക്ക്, ഇതിനെ പറ്റിയാണ് ഇന്നത്തെ ഡിസ്കഷൻ മൊത്തം നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ആ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് വേരിയസ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 4 ഇമ്പോർട്ടൻറ്റ് തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ദെൻ അതിൽ നിന്നും ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ട കാര്യം ഇന്റേണൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ നീഡ്സും മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാലൻസ് ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഒരു റെപ്രസെന്റേഷൻ നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത് കമ്പനിയുടെ ഇന്റേണൽ ആസ്പെക്ട്സ്, കമ്പനിയുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ബോർഡ് മെമ്പേഴ്സ് വരുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ആൻഡ് ദി പേഴ്സൺസ് അപ്പോയിന്റഡ് ബൈ ദം, അവർ അപ്പോയിന്റ് ചെയ്യുന്ന മാനേജ്മെന്റ്. ഈ 3 ഫാക്ടേഴ്സ് അത് നമ്മുടെ ഇന്റേണൽ ആസ്പെക്റ്റ് ആണ്. അതായത് നമ്മളുടെ നീഡ്സ്, ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ബിസിനസിന്റെ നീഡ്, അതും നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഔട്ട്സൈഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ആർ ഓൾസോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പെർവ്യൂവിൽ തന്നെ പെടുത്താം. എന്നാലും ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരും ആയിട്ടുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ വാണ്ട്സും നമ്മളുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ നീഡ്സും രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ഗവർണൻസ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരത്തിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വി മേ ഹാവ് ടു ഫോളോ സർട്ടൻ റെഗുലേഷൻസ്. ഈ റെഗുലേഷൻസ് ആണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മളുടെ മുകളിൽ ചുമത്തുന്നത്. സോ ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ലോസ് ആൻഡ് റെഗുലേഷൻസ് framed in the country or the IPC or Indian Penal Code or every law. അങ്ങനെയുള്ള ഏതൊരു ലോ ആയാലും, അതേപോലെ തന്നെ കമ്പനീസിന് വേണ്ടി ഫ്രെയിം ചെയ്തിട്ടുള്ള ആക്ടുകൾ, കമ്പനീസ് ആക്ട്, ദെൻ കോമ്പറ്റീഷൻ ആക്ട് ഇസ് ദെയർ. സോ ഇത്തരത്തിലുള്ള എല്ലാ ആക്ടുകളും ഫോളോ ചെയ്യുക, എല്ലാ ആക്ടുകളും അനുസരിച്ച് ഒരു കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റോട് കൂടി ആക്ട് ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവർണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ലോയാണ് ഡയറക്ട്ലി കോർപ്പറേറ്റ് ഗവർണൻസ് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ 49 അറിഞ്ഞിരിക്കണം. ക്ലോസ് 49 സെബിയുടെ റൂൾസിലെ ക്ലോസ് 49 നമ്മളുടെ സിലബസിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഓരോ കമ്മിറ്റീസും കമ്പനി എത്തിക്സ് കോർപ്പറേറ്റ് ഗവർണൻസിന് വേണ്ടി ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ഫോം ചെയ്യാറുണ്ട്. ഈ ഓരോ കമ്മിറ്റിയുടെയും റോൾ എന്താണ് when it comes to an organization എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഫസ്റ്റ് ഏറ്റവും ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡിന്റെ റോൾ ഈസ് ലൈക്ക് എ ട്രസ്റ്റിഷിപ്പ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക വിത്ത് എ സ്ട്രാറ്റജിക് സൂപ്പർവിഷൻ. അതാണ് അവരുടെ ബേസിക് എയിം ആയിട്ട് നമുക്ക് പറയാവുന്നത്. സോ ഒരു കോർപ്പറേറ്റിനകത്ത്, ഒരു കമ്പനിക്കകത്ത് ഡിഫറെന്റ് എൻറ്റിറ്റീസിന്റെ അല്ലെങ്കിൽ ഡിഫറെന്റ് കമ്മിറ്റീസിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിത്ത് റിഗാർഡ് ടു കോർപ്പറേറ്റ് ഗവർണൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരാണെന്ന് നമുക്കറിയാം, ഷെയർ ഹോൾഡേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടീസ് ആണ്. കമ്പനിയിൽ ഏറ്റവും അധികം ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടീസ് ആണ് നോർമലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് എത്തുന്നത്. സോ ഇൻ സച്ച് സിറ്റുവേഷൻസ് അവരുടെ റോൾ എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിഷിപ്പ് പോലെ. സോ ദി ബോർഡ്സ് റോൾ is that of a trusteeship to protect the interest of shareholders. അവരുടെ ഒരു സ്ട്രാറ്റജിക് സൂപ്പർവിഷനോടുകൂടി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ എൻഷുർ ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി. വെൻ ഇറ്റ് കംസ് ടു ഓഡിറ്റ് കമ്മിറ്റി, രണ്ടാമത്തെ കമ്മിറ്റി ആയിട്ട് പറയാം. ഓഡിറ്റ് കമ്മിറ്റി they have to provide assurance to the board. അതായത് ഇന്റേണൽ കൺട്രോൾ മെക്കാനിസവും അതേപോലെ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷറും, കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ മെക്കാനിസം പ്രോപ്പർ രീതിയിലുള്ള ട്രാൻസ്പെറൻസി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ഇതൊക്കെ അഷ്യൂർ ചെയ്യാൻ വേണ്ടിയാണ് ഓഡിറ്റ് കമ്മിറ്റീസ് ഫോം ചെയ്യുന്നത്.
സോ രണ്ട് ബോഡീസിന്റെ പേരിലാണ് നമ്മൾ പറഞ്ഞത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്കറിയാം. ദെൻ വെൻ ഇറ്റ് കംസ് ടു ഓഡിറ്റ് കമ്മിറ്റി, അവരുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പ്രോപ്പർ ടൈമിൽ റിപ്പോർട്ട് കൊടുക്കുക വിത്ത് ഇൻ റിലേഷൻ ടു ദി adequacy of internal control system and financial disclosures. Then next body, compensation committee. Compensation committee എന്ന് പറയുന്നത് they have to recommend to the board compensation terms for executive directors and the senior most level of management below the executive directors. So executive directors-ന്റെയും അതേപോലെ അവരുടെ തൊട്ടു താഴെ വരുന്ന ലെവൽ ഓഫ് മാനേജ്മെന്റിന്റെയും സീനിയർ മോസ്റ്റ് മാനേജ്മെന്റിന്റെയും കോമ്പൻസേഷൻ ടേംസ് എങ്ങനെയായിരിക്കണം, അവരുടെ റെമ്യൂണറേഷൻ ടേംസ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് കോമ്പൻസേഷൻ കമ്മിറ്റിയാണ്. സോ ഇവിടെയും കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയായിരിക്കും ഈ പറയുന്ന ഓരോ കമ്മിറ്റീസും ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ നോമിനേഷൻ കമ്മിറ്റി. ഇറ്റ് ഈസ് ടു റെക്കമെൻഡ് ദി ബോർഡ് നോമിനേഷൻ ഫോർ മെമ്പർഷിപ്പ് ഫോർ ദി കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്മിറ്റി ആൻഡ് ദി ബോർഡ്. And oversee succession to the senior most level of management below the executive directors. So ഓരോ ലെവലിലും സക്സഷൻ എങ്ങനെയായിരിക്കണം, നമ്മൾ കരിയർ സക്സഷൻ പ്ലാനിങ് നടത്തുന്നത് പോലെ ഏത് രീതിയിലുള്ള ഫ്യൂച്ചർ എംപ്ലോയീസ് ആണ് മുന്നോട്ട് വരേണ്ടത്, അവരുടെ ഒരു റെക്കമെൻഡേഷൻ, അവരെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടിയാണ് നോമിനേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ് കമ്മിറ്റീസ്. It is to look into redressal of shareholders. I mean ഷെയർഹോൾഡേഴ്സിന്റെ എന്തെങ്കിലും ഗ്രീവൻസസ് വരുവാണ്, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ബോഡിയാണ് ഇൻവെസ്റ്റേഴ്സ് സർവീസ് കമ്മിറ്റി. ദെൻ നെക്സ്റ്റ് പാർട്ടി കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്മിറ്റി. Its primary role is strategic management of company's business within board's approved direction and framework. So കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി കമ്പനിയുടെ ബിസിനസ് റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട് ഓവർസീ ചെയ്യുക. അത് കമ്പനിയുടെ ഡയറക്ഷൻ എന്താണ്, കമ്പനി എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്, ആ പർപ്പസിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഈ രണ്ട് ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടും കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കമ്മിറ്റി ഇസ് ഡിവിഷണൽ മാനേജ്മെന്റ് കമ്മിറ്റി. ഇറ്റ് ഈസ് ടു റിയലൈസ് tactical and strategic objectives in accordance with corporate management committee and board approved plan. അതായത് ഈ ഓൾറെഡി ഓവർസീ ചെയ്ത കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്മിറ്റി ചെക്ക് ചെയ്ത കാര്യങ്ങൾ, അതിനകത്ത് ഓരോ ഡിവിഷൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ റൺ ചെയ്യുന്നത്, അതിന്റെ ടാക്ടിക്കൽ ലെവലും സ്ട്രാറ്റജിക്കൽ ലെവലും അസസ് ചെയ്യുകയാണ് ഡിവിഷണൽ മാനേജ്മെന്റ് കമ്മിറ്റി ചെയ്യുന്നത്. സോ ഡിഫറെന്റ് കമ്മിറ്റീസ്, ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എടുക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്ന ഡിഫറെന്റ് കമ്മിറ്റീസും അല്ലെങ്കിൽ ബോർഡ്സും അതിന്റെ റെസ്പോൺസിബിലിറ്റിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് മി റിപ്പീറ്റ്, ആദ്യം നമ്മൾ പറഞ്ഞത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അവരുടെ ബേസിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു പ്ലേ ദി റോൾ ഓഫ് എ ട്രസ്റ്റി, ഒരു ട്രസ്റ്റിഷിപ്പ് എന്നുള്ള രീതിയിൽ പ്രൊട്ടക്ട് ആൻഡ് എൻഹാൻസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. അതാണ് ബേസിക് പർപ്പസ് ആയിട്ട് വരുന്നത് വെൻ ഇറ്റ് കംസ് ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. രണ്ടാമത്തെ ബോഡിയായിട്ട് നമുക്ക് പറയാവുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ആൻഡ് ഈ ഓരോ ബോഡീസും കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് പ്രോപ്പർ കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബോഡീസാണ്. ഒരു കമ്പനിയിലേക്ക് വരുമ്പോൾ ഈ ഓരോ പാർട്ടിയുടെയും റോൾ എന്താണ്? സോ രണ്ടാമത്തെ ബോഡി ഓഡിറ്റ് കമ്മിറ്റിയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക, പ്രോപ്പർ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക് പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, പ്രോപ്പർ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതൊക്കെയാണ് പ്രധാനമായിട്ടും ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ്. മൂന്നാമത്തെ ബോഡി കോമ്പൻസേഷൻ കമ്മിറ്റി. ഡയറക്ടേഴ്സിന്റെയും ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന്റെയും കോമ്പൻസേഷൻ ടേംസ് അഷ്യൂർ ചെയ്യുക, അത് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. ദെൻ നോമിനേഷൻ കമ്മിറ്റി സക്സസേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് അവർ ചെയ്യുന്നത്. ഏത് രീതിയിലായിരിക്കണം സക്സഷൻ പ്ലാനിങ് നടത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്ട്രാറ്റജിക് ലെവലിൽ, ഏറ്റവും ടോപ്പ് ലെവലിൽ ഇവരുടെ റെക്കമെൻഡേഷൻ അതിനകത്തുണ്ടാവും. അടുത്തതായിട്ട് ഇൻവെസ്റ്റേഴ്സ് സർവീസ് കമ്മിറ്റി. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രോപ്പർ യൂസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റും അവരുടെ ഗ്രീവൻസസും പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് സർവീസ് കമ്മിറ്റിയുടെ ബേസിക് തിങ്. ദെൻ കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്മിറ്റി മാനേജ്മെന്റ് സ്ട്രാറ്റജിക് റോൾ ചെക്ക് ചെയ്യുക, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിനകത്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക ഇൻ ദി സെൻസ്
അവർ കോർപ്പറേറ്റ് എയിംസ്, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ റോൾ. അതുമായി ബന്ധപ്പെട്ട് റെക്കമെൻഡേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. വെൻ കംസ് ടു ഡിവിഷണൽ മാനേജ്മെന്റ് കമ്മിറ്റി, നോർമലി കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്മിറ്റി വർക്ക് ചെയ്യുന്നത് ഒരു ബ്രോഡ് ലെവലിലാണെങ്കിൽ അതിന് തൊട്ട് താഴെ ഓരോ ഡിവിഷൻസിലും ഓരോ ഡിപ്പാർട്ട്മെന്റൈസ്ഡ് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ ഓരോ ഏരിയയിലും എങ്ങനെയായിരിക്കണം പ്ലാനിങ് നടത്തേണ്ടത് അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും അതിന്റെ ഗവേണൻസിനെ പറ്റിയുള്ള സജഷൻസുമാണ് ഡിവിഷണൽ മാനേജ്മെന്റ് കമ്മിറ്റീസ് നോർമലി ചെയ്യുന്നത്. സോ ഇതാണ് ഡിഫറെന്റ് കമ്മിറ്റീസ് ആൻഡ് ദെയർ റോൾസ് ഇൻ റിലേഷൻ ടു കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയക്ക് വേണ്ടിയാണ് ഞാൻ ഒരു ഏരിയ പറഞ്ഞത്. ആൻഡ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ക്ലോസ് 49. സോ ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, കമ്പനി ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് സെബി മുന്നോട്ട് വെച്ച ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ആക്ച്വലി ക്ലോസ് 49. ഓക്കെ, സോ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്ലോസ് 49 പറയുന്നത്. കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഈ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്തിരിക്കണം. സോ ലെറ്റ്സ് സീ കോർപ്പറേറ്റ് ഗവേണൻസ്. ആക്ച്വലി ബേസിക്കലി കോർപ്പറേറ്റ് ഗവേണൻസ് മെഷേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് പറയാവുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് കോർപ്പറേറ്റ് ഗവേണൻസ് മെഷേഴ്സ് ഫോർ അപ്പോയിൻമെന്റ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, placing rules on management power and ownership concentration, as well as ensuring proper disclosure of financial information and finally executive compensation. So first നമ്മൾ ബ്രീഫ് ആയിട്ട് ക്ലോസ് 49 പറ്റി ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് മെഷേഴ്സ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. കോർപ്പറേറ്റ് ഗവേണൻസ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അതായത് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് പോലുള്ള പാർട്ടീസ് എത്ര പേരുണ്ടായിരിക്കണം, ഏത് രീതിയിലാണ് അവരുടെ അപ്പോയിന്റ്മെന്റ് നടത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ മാനേജ്മെന്റ് പവർ എത്രമാത്രമാണ്, ഏതൊക്കെ രീതിയിലാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, ഓണർഷിപ്പ് എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻസും, ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ ഡിസ്ക്ലോഷർ, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ട്രാൻസ്പെറൻസി. സോ ട്രാൻസ്പെർ ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടതും ഈ ഒരു ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മെനി കമ്പനീസ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് എത്തിക്സ് ആൻഡ് social responsibility committees on their boards to review strategic plans and assess progress and offer guidance on social responsibilities of their business firms. So ചില കണ്ടീഷൻസ് എന്നുള്ള രീതിയിൽ പല കമ്പനീസും ഓൾറെഡി അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റീസ് ഫോം ചെയ്യാറുണ്ട്. ഇതും ലിസ്റ്റിംഗ് എഗ്രിമെന്റിന്റെ ക്ലോസസ് എന്നുള്ള രീതിയിൽ ക്ലോസ് 49 പാലിക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, സോ എന്താണ് ക്ലോസ് 49 എന്നൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ക്ലോസ് 49 ബേസിക്കലി പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് മെഷേഴ്സിനെ പറ്റിയാണ്. ഇതിനകത്ത് അതിൽ നമുക്ക് പറയാവുന്ന തിങ്സ്, ഒന്ന് കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് പ്രാക്ടീസസ് ലൈക്ക് അപ്പോയിൻമെന്റ് ഓഫ് എ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, അപ്പോയിൻമെന്റ് ഓഫ് എ വിമൻ ഡയറക്ടർ, അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം 2013 ആക്ട് പ്രകാരം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രകാരം ഡിഫറെന്റ് വ്യൂവിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എത്തിക്കൽ ബേസും എല്ലാം കൂടി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ആക്ച്വലി സെബിയുടെ ക്ലോസ് 49. Okay, in addition to having committees and boards, some companies have adopted guidelines governing their own policies and practices around such like board diversity, independence and compensation. So likewise ഒരുപാട് ഡിഫറെന്റ് പ്രാക്ടീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ബോർഡ് ഡൈവേഴ്സിറ്റി, ഡിഫറെന്റ് ഏരിയയിൽ നിന്നുള്ള മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഇതൊക്കെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓരോ കമ്പനികളായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ടൈം പീരീഡ് എടുക്കുകയാണെങ്കിൽ. ഇതൊക്കെ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് ക്ലോസ് 49 പറയുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിസ്കസ് ചെയ്യുന്ന മേജർ ഏരിയാസ്. 1, ബോർഡ് കോമ്പോസിഷൻ ആൻഡ് പ്രൊസീജിയർ. എങ്ങനെയായിരിക്കണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ ആക്ടിങ് എങ്ങനെയായിരിക്കണം, അവരുടെ പ്രൊസീജിയർ, അതുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. ഇതോടൊപ്പം തന്നെ ഓഡിറ്റ് കമ്മിറ്റി റെസ്പോൺസിബിലിറ്റീസ്, subsidiary companies, risk management, CEO and CFO certification for financial statement and internal controls, and legal compliances and other disclosures. ഈ എല്ലാ ആസ്പെക്റ്റുകളും
ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് ഫോളോ ചെയ്തിരിക്കേണ്ട കുറച്ച് റൂൾസ് എന്നുള്ള രീതിയിൽ ഒരു ലിസ്റ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഡീറ്റെയിൽ ഡോക്യുമെന്റ് എന്നുള്ള രീതിയിൽ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ക്ലോസ് 49 സെബിയുടെ ക്ലോസ് 49-നകത്താണ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ക്ലോസ് 49 അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെ റെലവൻ്റ് ആണ്. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ക്ലോസ് 49. സെബി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രൊവിഷൻ, എ റെഗുലേഷൻ ദാറ്റ് സ്ട്രെങ്തൻ ദി റോൾ ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് സെർവിംഗ് ഓൺ കോർപ്പറേറ്റ് ബോർഡ്സ്. സോ കോർപ്പറേറ്റ് ബോർഡ്സിലെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ, ആരാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന്റെ റോൾ സ്ട്രെങ്തൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി സെബി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊവിഷനാണ് ക്ലോസ് 49. ഇറ്റ് വാസ് ലേറ്റർ അമെൻഡഡ് ഇൻ 2003. Clause 49 of the listing agreement which every public company listed on an Indian stock exchange required to sign. അതായത് കണ്ടീഷൻസ് ഇതാണ്, ഈ ക്ലോസ് 49 സൈൻ ചെയ്താൽ മാത്രമേ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കൂ. ഓക്കെ, സോ ദിസ് ഇസ് ദി ബേസിക് എഗ്രിമെന്റ്. ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ കമ്പനീസും ഫോളോ ചെയ്തിരിക്കേണ്ട ബേസിക് റൂൾസ് ആണ് ക്ലോസ് 49-നകത്ത് പറയുന്നത്. സോ പിന്നെ ഓർക്കേണ്ടത് ക്ലോസ് 49-നകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അതിനകത്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്റ്റുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. ക്ലോസ് 49-ൽ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻഡ് ബി സഫീഷ്യൻ്റ്ലി ഇൻഫോംഡ് ഓൺ ദി ഡിസിഷൻ കൺസേണിങ് ഫണ്ടമെന്റൽ കോർപ്പറേറ്റ് ചേഞ്ചസ്. കമ്പനിയിൽ വരുന്ന ബേസിക് ചേഞ്ചസ് എല്ലാം അറിയാനുള്ള അധികാരം, അതേപോലെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരം, ഇത് രണ്ടുമാണ് ക്ലോസ് 49 പ്രകാരം ഷെയർ ഹോൾഡേഴ്സിനുള്ള ബേസിക് റൈറ്റ്. ലെറ്റ് മീ റിപ്പീറ്റ്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആൻഡ് ബി സഫീഷ്യൻ്റ്ലി ഇൻഫോംഡ്, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണം, ഓൺ ദി ഡിസിഷൻസ് കൺസേണിങ് ഫണ്ടമെന്റൽ കോർപ്പറേറ്റ് ചേഞ്ചസ്, കമ്പനിയുടെ ബേസിക് ചേഞ്ചസ് വരുന്ന രീതിയിൽ, കമ്പനിയുടെ ബേസിക് സ്ട്രക്ചറിലുള്ള മാറ്റങ്ങൾ വരുവാണെങ്കിൽ അതെല്ലാം അറിയാനുള്ള അവകാശം ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമതായിട്ട്, വോട്ട് ഇൻ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് പോലുള്ള ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ വോട്ട് ചെയ്യാനുള്ള അധികാരം. മൂന്നാമതായിട്ട്, ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ദി ബോർഡ് ആൻഡ് പ്രപ്പോസ് റെസൊല്യൂഷൻസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള റെസൊല്യൂഷൻസ് ഡിസ്കഷൻസും ഒക്കെ നടത്താനുമുള്ള അധികാരം. ദെൻ പാർട്ടിസിപ്പേറ്റ് ഇൻ നോമിനേഷൻ ആൻഡ് ഇലക്ഷൻ ഓഫ് ബോർഡ് മെമ്പേഴ്സ്. ബോർഡ് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിലും അവരുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരം ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ദെൻ എക്സസൈസ് ദെയർ ഓണർഷിപ്പ് റൈറ്റ്. ദേ ആർ ദി റിയൽ ഓണേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവരുടെ ഓണർഷിപ്പ് റൈറ്റ് ഉപയോഗിക്കാനുള്ള അധികാരം. അതോടൊപ്പം തന്നെ പുട്ട് ഫോർവേഡ് ദെയർ ഗ്രീവൻസസ് ടു ദി കമ്പനി. പ്രശ്നങ്ങൾ, അവരുടെ പേഴ്സണൽ ഗ്രീവൻസസ് വരുവാണെങ്കിൽ ഷെയർസുമായി ബന്ധപ്പെട്ട് അതെല്ലാം കമ്പനിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവകാശം. ആൻഡ് ഫൈനലി, ബി പ്രൊട്ടക്റ്റഡ് ഫ്രം അബ്യൂസീവ് ആക്ഷൻസ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ആക്ഷൻസിൽ നിന്നും രക്ഷപ്പെടാനുള്ള, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനും ഇവർക്ക് അവകാശമുണ്ട്. സോ ക്ലോസ് 49 ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനകത്ത് ഓർക്കുക, ഷെയർ ഹോൾഡർ എന്നുള്ള സ്റ്റാറ്റസിൽ ഒരു ഇൻഡിവിജ്വലിനുള്ള അവകാശങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ബേസിക്കലി ഇൻഫോംഡ് ആയിരിക്കുക എന്നുള്ള ഫസ്റ്റ് കണ്ടീഷൻ, ദെൻ വോട്ട് ചെയ്യാനുള്ള അധികാരം, ക്വസ്റ്റ്യൻസ് ബോർഡിനോട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അധികാരം, ഗ്രീവൻസ് റിഡ്രസലിനുള്ള അധികാരം, ദെൻ റൈറ്റ്സ് ഓഫ് ഓണർഷിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് പ്രൊവിഷൻസ് ക്ലോസ് 49 പ്രകാരം ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബോർഡുമായി ബന്ധപ്പെട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷൻ ആണ് അടുത്തതായിട്ട് ക്ലോസ് 49 പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷനിൽ there are some conditions. First, at least half of the board should be independent directors. ഫസ്റ്റ് കണ്ടീഷൻ അതാണ്, ബോർഡ് മെമ്പേഴ്സിലെ ഹാഫ് എങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ദെൻ ഇഫ് ചെയർമാൻ ഈസ് ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇഫ് chairman is a promoter or related to a promoter, then if chairman is related to anyone occupying management position, if
board does not have a regular non-executive chairman. So these are the condition. ഈ പറയുന്ന എല്ലാ സിറ്റുവേഷൻസിലും പകുതി മെമ്പേഴ്സ് എങ്കിലും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ ഒപ്പം തന്നെ പകുതി മെമ്പേഴ്സ് എങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. സോ എന്താണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് 3 ബേസിക് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, പകുതി മെമ്പേഴ്സ് എങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആകേണ്ട സിറ്റുവേഷൻ. ഇപ്പോ കണ്ടീഷൻ പറയുന്നത് ഇതാണ്, ചെയർമാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ പകുതി പേര് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ചെയർമാൻ ഒരു പ്രൊമോട്ടറോ അല്ലെങ്കിൽ പ്രൊമോട്ടറുമായി ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അഗെയിൻ പകുതി മെമ്പേഴ്സ്, ബോർഡിലെ പകുതി മെമ്പേഴ്സും എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കണ്ടീഷൻ, ചെയർമാൻ ഈസ് റിലേറ്റഡ് ടു എനിവൺ ഓക്യുപ്പൈങ് ഇൻ എ മാനേജ്മെന്റ് പൊസിഷൻ. ചെയർമാൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് പൊസിഷനിലെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ റിലേറ്റഡ് ആണെങ്കിൽ, അയാളായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണെങ്കിൽ പകുതി പേര് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ആൻഡ് ഫൈനലി, ഇഫ് ദി ബോർഡ് ഡസൻ ഹാവ് എ റെഗുലർ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ, ഒരു നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഇല്ല, അതായത് നോൺ എക്സിക്യൂട്ടീവ് ഇൻ ദി സെൻസ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സോ അങ്ങനെയുള്ള ഒരു പേഴ്സണെ അല്ല ചെയർമാൻ ആക്കുന്നത്, എക്സിക്യൂട്ടീവ് പൊസിഷൻ തന്നെയാണ് ചെയർമാനായിട്ട് വരുന്നത്. അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസിലും മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ബോർഡിൽ പകുതി മെമ്പേഴ്സും. ഓക്കെ, ദെൻ അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദി ബോർഡ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. അതായത് ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇഫ് ദി ചെയർമാൻ ഈസ് ആൻ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുവാണ് ചെയർമാൻ, അങ്ങനെയാണെങ്കിൽ 1/3 മെമ്പേഴ്സ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ലെറ്റ് മീ റിപ്പീറ്റ്. ഈ ഫസ്റ്റ് കേസ് പറഞ്ഞത് ഓർക്കുക, ചെയർമാൻ ഈസ് സംഹൗ റിലേറ്റഡ് വിത്ത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ടേമുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, എക്സിക്യൂട്ടീവിന്റെ പാർട്ടാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ റിലേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഈസ് സംഹൗ റിലേറ്റഡ് വിത്ത് മാനേജ്മെന്റ്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഹാഫ് മെമ്പേഴ്സും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ചെയർമാൻ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ, ചെയർമാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ല, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ 1/3 മതി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ദെൻ ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്, ദി ബോർഡ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 വിമൻ ഡയറക്ടർ. ഇത് മാൻഡേറ്ററി ആണ്. ഈ ഒരു പ്രൊവിഷനും ക്ലോസ് 49 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു മെമ്പറെങ്കിലും ഒരു ഡയറക്ടറെങ്കിലും വിമൻ ഡയറക്ടർ ആയിരിക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബോർഡ് കോമ്പിനേഷൻ ഓർത്തേക്കുക. 3 കണ്ടീഷൻസ് ഓർക്കുക. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് പകുതി ഉണ്ടാകേണ്ട സിറ്റുവേഷൻ, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് 1/3 ഉണ്ടാകേണ്ട സിറ്റുവേഷൻ, ദെൻ ദർ മസ്റ്റ് ബി എ വിമൻ ഡയറക്ടർ. Okay, so let's see who is an independent director. നമ്മൾ പറഞ്ഞു, കോമ്പിനേഷനുമായി ബന്ധപ്പെട്ടോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ്. അധികം കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തില്ല. ക്ലോസ് 49 ആണ് ബേസിക്കലി പറഞ്ഞത്. എനി ഡൗട്ട്സ്? ഓക്കെ, സോ ക്ലോസ് 49 ക്ലിയർ ആണോ? ഫൈൻ, ഒരാൾക്ക് ക്ലിയർ ആണോ? നിങ്ങൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഒരു 1 വേ ട്രാഫിക് പോലെ ഫീൽ ചെയ്യുന്നു. ഈ ക്ലോസസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡീറ്റെയിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിനകത്ത് ക്ലോസസ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ എഴുതാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇതൊരു ലോ ടൈപ്പ് പേപ്പർ ആയിട്ടാണ് വരുന്നത് കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ. അതുകൊണ്ട് ക്ലോസ് അതേ രീതിയിൽ തന്നെ, ക്ലോസ് 49 എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ there will be a question എന്നുള്ള രീതിയിൽ തന്നെ എടുത്തേക്ക്. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, അടുത്ത പ്രൊവിഷൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടാണ്. ആൻഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനകത്ത് ഏറ്റവും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഹി ഈസ് നോട്ട് എ നോമിനി ഡയറക്ടർ. ഓക്കെ, നോമിനി ഡയറക്ടർ ആകാൻ പാടില്ല. ആകാത്ത ഇൻഡിവിജ്വലിനെയാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. സോ then who is a നോമിനി ഡയറക്ടർ? നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ഓഫ് ദി പ്രൊമോട്ടർ, അങ്ങനെയൊക്കെ വരുന്ന എല്ലാ കാറ്റഗറിയും ഒരു നോമിനി ഡയറക്ടറാണ്. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിലെ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് ഹി ഈസ് നോട്ട് എ നോമിനി ഡയറക്ടർ. നോമിനി ഡയറക്ടർ അല്ല എന്നുള്ളതാണ്. ആൻഡ്
നോമിനി ഡയറക്ടർ അല്ല എന്ന് പറയണമെങ്കിൽ ഒന്നാമതായിട്ട് ഈസ് ഓർ വാസ് നോട്ട് എ പ്രൊമോട്ടർ ഓർ റിലേറ്റീവ് ഓഫ് ദി പ്രൊമോട്ടർ ഓഫ് ദി കമ്പനി. ഫസ്റ്റ് കണ്ടീഷൻ, പ്രൊമോട്ടർ ആകാൻ പാടില്ല, അതോടൊപ്പം തന്നെ പ്രൊമോട്ടറുടെ റിലേറ്റീവും ആകാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, ഹാഡ് ഓർ ഹാസ് നോ പെക്യൂനിയറി റിലേഷൻഷിപ്പ് വിത്ത് ദി കമ്പനി. കമ്പനിയായിട്ടൊരു മറ്റൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉള്ള രീതിയിലുള്ള ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ഇറ്റ്സ് ഹോൾഡിംഗ് ഓർ സബ്സിഡറി ഓർ അസോസിയേറ്റഡ് കമ്പനി ഓർ ദി ഡയറക്ടേഴ്സ് ഓർ പ്രൊമോട്ടേഴ്സ് ഡ്യൂറിങ് 2 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ. അതായത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഒരു പെക്യൂനിയറി ഇൻട്രസ്റ്റും അല്ലെങ്കിൽ റിലേഷൻഷിപ്പും കമ്പനിയുമായിട്ട് ഈ ഇൻഡിവിജ്വലിന് ഉണ്ടാകാൻ പാടില്ല. 2 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കണ്ടീഷൻ, ഒരു പ്രൊമോട്ടർ ആകാൻ പാടില്ല. രണ്ടാമതായിട്ട് ഈ കമ്പനിയുമായിട്ട് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു പാർട്ടി ആകാൻ പാടില്ല. ഇൻ ദി സെൻസ് അവരുടെ മാനേജ്മെന്റുമായിട്ടോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയായിട്ടോ അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനിയായിട്ടോ ഒന്നുമായിട്ടും പെക്യൂനിയറി റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആവരുത്. ദെൻ ദോസ് റിലേറ്റീവ്സ് ഡു നോട്ട് ഹാവ് ഓർ ഹാഡ് any pecuniary relationship with the company, its holding, subsidiary, associate company or the promoters or directors amounting to 2% or more of its total income or rupees 50 lakhs during the 2 immediately preceding financial years. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡയറക്റ്റ്ലി ഒരു ഇൻഡിവിജ്വൽ, ഓക്കെ, 2 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞത് ആ ഡയറക്റ്റ് ഇൻഡിവിജ്വലിന്റെ ബേസിലാണ്. നോമിനി ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, അദ്ദേഹം ഒരു കാരണവശാലും ഒരു പ്രൊമോട്ടർ ആവരുത്, അതോടൊപ്പം തന്നെ പ്രൊമോട്ടർ റിലേറ്റീവും ആവരുത്. രണ്ടാമത്തെ കണ്ടീഷൻ, ഒരു പെക്യൂനിയറി ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടി ആവരുത്, കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ കമ്പനിയുമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രസ്റ്റ് വരുന്ന ഒരു ബന്ധവും ഈ ഇൻഡിവിജ്വലിന് ഉണ്ടാകാൻ പാടില്ല. മൂന്നാമതായിട്ട് ഈ ഇൻഡിവിജ്വലിന്റെ റിലേറ്റീവിന്, അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവിനും കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ കമ്പനിയുമായിട്ട് ഒരു പെക്യൂനിയറി ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. ഇനി ട്രാൻസാക്ഷനിൽ എടുക്കുകയാണെങ്കിൽ 50 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ടിലുള്ള ടോട്ടൽ ഇൻകം ഉള്ള ഒരു ട്രാൻസാക്ഷൻ വരുന്ന പാർട്ടിയും ആകാൻ പാടില്ല. ഓക്കെ, കമ്പനിയുമായി ബന്ധപ്പെട്ട് 2%, let me repeat, amounting to 2% or more of its total income, കമ്പനിയുടെ ടോട്ടൽ ഇൻകത്തിന്റെ 2% എങ്കിലും, അത്രയും മിനിമം അത്രയെങ്കിലും ഒരു കമ്പനിയായിട്ട് ഡയറക്റ്റ്ലി റിലേഷനിൽ വരുവാണ്. അതായത് അത്രയെങ്കിലും ഷെയർസിലുള്ള ഇൻട്രസ്റ്റോ അത്രയെങ്കിലും ഇൻവെസ്റ്റ്മെന്റിലുള്ള ഇൻട്രസ്റ്റോ ഉള്ള പാർട്ടി ആകാൻ പാടില്ല. ഓക്കെ, അത്രയും അങ്ങനെയുള്ള പാർട്ടി ആണെങ്കിൽ അവർ ഒരു നോമിനി ഡയറക്ടർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകും. അതർവൈസ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ദെൻ ലാസ്റ്റ്, who is or was not an employee of the company, its holding, subsidiary, associated company in the any of the 3 immediately preceding financial years. ഇതിന് തൊട്ടു മുമ്പുള്ള 3 വർഷങ്ങളിൽ ഒരു വർഷത്തിലും ഒരിക്കലും ഈ കമ്പനിയും ഈ കമ്പനിയുടെയോ ഈ കമ്പനിയുടെ സബ്സിഡറിയുടെയോ ഈ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന മറ്റേതെങ്കിലും അസോസിയേറ്റഡ് കമ്പനീസിന്റെയോ മെമ്പർ ആകാൻ പാടില്ല. മെമ്പർ ഇൻ ദി സെൻസ് ഒരു എംപ്ലോയിയും ആകാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, സോ നോമിനി ഡയറക്ടറിന്റെ 4 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. നോമിനി ഡയറക്ടറിന്റെ അല്ലെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ 4 കണ്ടീഷൻ. ഫസ്റ്റ്, നോട്ട് എ പ്രൊമോട്ടർ. സെക്കൻഡ്, പെക്യൂനിയറി ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ല, പെക്യൂനിയറി റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല. മൂന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിനും പെക്യൂനിയറി റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ഹി വാസ് നോട്ട് ആൻ എംപ്ലോയി എന്നുള്ളതാണ് നെക്സ്റ്റ് കണ്ടീഷൻ. Then next, he is not being an employee, promoter, partner of an audit, legal, consulting or any other firm which has a transaction with the company, its holding, subsidiary, associated company amounting to 10% or more of gross turnover of the firm in any of the 3 preceding financial years. അടുത്ത കണ്ടീഷൻ ഇതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എംപ്ലോയീസിനെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഓക്കെ, ഇനിയുള്ള കണ്ടീഷനകത്ത് ഈ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു കമ്പനി, ലൈക്ക് ആൻ ഓഡിറ്റ് ഫേം അല്ലെങ്കിൽ കൺസൾട്ടിംഗ് ഫേം, ലീഗൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ എനി അതർ ഫേം വിച്ച് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ദിസ് കമ്പനി. ബിക്കോസ് അവിടെ ഒരു സബ്സിഡറി ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും വരുന്നില്ല. നേരത്തെ പറയുന്ന കാറ്റഗറിയിൽ ഹോൾഡിംഗ്, സബ്സിഡറി ആൻഡ് അസോസിയേറ്റ് കമ്പനി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അടുത്ത കേസിൽ ഓർക്കുക, ഹോൾഡിംഗ് അല്ല, സബ്സിഡറി അല്ല, അസോസിയേറ്റ് കമ്പനി അല്ല, പക്ഷേ ഈ കമ്പനിയുമായിട്ട് ബന്ധമുണ്ട്. ലൈക്ക് ഒരു ഓഡിറ്റ് കമ്പനി,
അല്ലെങ്കിൽ ലീഗൽ കൺസൾട്ടൻസി, അതും അല്ലെങ്കിൽ എനി അതർ ഫേം വിച്ച് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ദിസ് കമ്പനി. അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ എംപ്ലോയിയോ പ്രൊപ്പറേറ്ററോ പാർട്ട്ണറോ ആകാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അവിടെ കണ്ടീഷൻ ഉള്ളത് കമ്പനിയുമായിട്ട്, നമ്മളുടെ കമ്പനിയുമായിട്ട് 10% എങ്കിലും ഗ്രോസ് ടേൺ ഓവറിന്റെ ബിസിനസ്സിന് ഇവർക്ക് റിലേഷൻ ഉണ്ടാവണം. ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ്. നമ്മളുടെ കമ്പനി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഓക്കെ, ലെറ്റ്സ് അസ്യൂം നമ്മുടെ കമ്പനി എ എന്ന് പറയുന്ന കമ്പനിയാണ്. ദെൻ നമ്മളുടെ ഒരു ഓഡിറ്റിംഗ് കമ്പനി, ഓഡിറ്റിംഗ് ഫേം എന്നുള്ള രീതിയിലാണ് ബി വർക്ക് ചെയ്യുന്നത്. ഈ ബിക്ക് നമ്മളുടെ ബിസിനസിന്റെ ടേൺ ഓവറിന്റെ 10%-ൽ കൂടുതൽ ട്രാൻസാക്ഷനിൽ റിലേഷൻ ഉണ്ടെങ്കിൽ, ദാറ്റ് മേ ബി അവരായിരിക്കും നമ്മളുടെ ഡെബിറ്റ്, അവരായിരിക്കും നമ്മളുടെ കസ്റ്റമർ, അല്ലെങ്കിൽ അവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 10% എങ്കിലും കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ നമ്മളും അവരുമായിട്ട് ആ രീതിയിലുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ, അവിടുത്തെ ഒരു എംപ്ലോയിയും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊമോട്ടറും അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ട്ണറും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. ഓക്കെ, ഇവരെല്ലാം എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ ഭാഗമായിട്ട് വരും, അല്ലെങ്കിൽ നോമിനി ഡയറക്ടറുടെ ഭാഗമായിട്ട് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് നോട്ട് എ CEO or director of a non-profit firm that receives 25% or more of its receipts from the company, its holding, subsidiary, associate company, promoter or its directors, or holding 2% or more voting power in the company. ഈ കമ്പനിയുടെ, നമ്മളുടെ കൺസേൺ കമ്പനി, അതായത് എ ലിമിറ്റഡ്, എ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസിന്റെ 25% ഹോൾഡ് ചെയ്യുന്ന മറ്റൊരു കമ്പനിയുടെ CEO, അല്ലെങ്കിൽ 2% വോട്ടിംഗ് റൈറ്റുള്ള മറ്റൊരു കമ്പനിയുടെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ, നേരത്തെ പറഞ്ഞ പെർവ്യൂവിൽ തന്നെ പെടും. ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഇത്തരത്തിൽ ബന്ധമുള്ള ഒരു പാർട്ടി ആകാൻ പാടില്ല. ഓക്കെ, CEO ഓർ ഡയറക്ടർ ഓഫ് എ നോൺ പ്രോഫിറ്റ് ഫേം, ഒരു നോൺ പ്രോഫിറ്റ് ഫേമിന്റെ CEO ഡയറക്ടർ ആകാൻ പാടില്ല. ദാറ്റ് റിസീവ്സ് 25% ഓർ മോർ ഓഫ് ദി റിസീപ്റ്റ് ഫ്രം ദി കമ്പനി. ഈ പറയുന്ന കൺസേൺ കമ്പനി എ ലിമിറ്റഡിന്റെ കയ്യിൽ നിന്നും 25% കോൺട്രിബ്യൂഷൻ കിട്ടുന്ന ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി ആകാൻ പാടില്ല. അല്ലെങ്കിൽ എ ലിമിറ്റഡിന്റെ സബ്സിഡിയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ എ ലിമിറ്റഡിന്റെ അസോസിയേറ്റിന്റെ കമ്പനിയിൽ നിന്നും അങ്ങനെയുള്ള ഒരു ബന്ധവും ഈ പറയുന്ന പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല. ദെൻ ഈസ് നോട്ട് എ മെറ്റീരിയൽ സപ്ലയർ, സർവീസ് പ്രൊവൈഡർ ഓർ കസ്റ്റമർ ഓർ എ ലെസ്സിയർ ഓർ ലെസ്സി ഓഫ് ദി കമ്പനി. ഓക്കെ, കമ്പനിയുമായിട്ട് ഒരു ബന്ധവും ഡയറക്റ്റ്ലി ഇല്ല എന്ന് അഷ്യൂർ ചെയ്യാനാണ് ഈ പ്രൊവിഷൻസ് എല്ലാം. ആൻഡ് ഈസ് നോട്ട് ലെസ് ദാൻ 21 years ഓഫ് ഏജ്. മിനിമം ഏജ് എന്ന് പറയുന്നത് 21 21 വയസ്സെങ്കിലും ഉള്ള പാർട്ടി ആയിരിക്കണം ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ക്ലോസ് 49 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ പറ്റി പറയുന്നത്. ഓക്കെ, എനി ഡൗട്ട്? ഓക്കെ, സോ ക്ലോസ് 49 ബേസിക് തിങ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം തമ്മിലൊന്ന് കണക്ട് ചെയ്യണം. 49 പ്രകാരം ഒരു കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ക്ലോസ് 49-നകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടാവണം ആ കമ്പനി. ആ എഗ്രിമെന്റ് ഇൻ ദി സെൻസ് ഈ പറയുന്ന എല്ലാ പ്രൊവിഷൻസും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിൻ്റെയാണ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻസ് ക്ലിയർ ആയിട്ട് ഓർത്തേക്കുക. Okay, so let's move on. Then there is a separate code of conduct for insider trading. അതൊരു അമെൻഡ് ചെയ്യപ്പെട്ട ബില്ലാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഇൻസൈഡർ ട്രേഡിംഗ്? കമ്പനി അവരുടെ ഷെയർസ് അൺപബ്ലിഷ്ഡ് പ്രൈസിൽ സ്വന്തം ഇൻഡിവിജ്വൽസിന് തന്നെ വിൽക്കുന്ന ഒരു പ്രവണത. ഇറ്റ് മേ ബി ടു ദെയർ ഓൺ എംപ്ലോയീസ്, അല്ലെങ്കിൽ അവരുടെ ഇൻസൈഡർ ആയിട്ടുള്ള ഏതൊരു പാർട്ടിക്കും വിൽക്കുന്ന ഒരു രീതിയാണ് ആക്ച്വലി ഇൻസൈഡർ ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ബാൻഡ്. അത് പ്രൊഹിബിറ്റഡ് ആണ്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. സോ
SEBI guidelines, there is a separate code of conduct for insider trading as well. So in pursuance of the Security Exchange Board of India Prohibition of Insider Trading Regulations 1992, the board has approved code of conduct for prevention of insider trading. Insider trading എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് the objective of this code is to prevent purchase or sale of shares of company by an insider on the basis of unpublished price sensitive information. So ഈ പറയുന്ന ഷെയറിന്റെ വാല്യൂ എത്രയാണെന്ന് പബ്ലിഷ് ചെയ്യുന്നില്ല, മേടിക്കുന്നത് ഇൻസൈഡർ ആണ്, അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അലോ ചെയ്യുന്നില്ല. ഓക്കെ, അത്തരത്തിലുള്ള ട്രാൻസാക്ഷനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് ആസ് പെർ സെബി റെഗുലേഷൻ 1992. അഡീഷണലി ഓർക്കാൻ വേണ്ടിയാണ് ഇൻസൈഡർ ട്രേഡിംഗ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് ബീയിങ് എ കോർപ്പറേറ്റ് സിറ്റിസൺ എന്നുള്ള കൺസെപ്റ്റ് ആണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ ഗെയിൻസ് എവറിത്തിങ് ഫ്രം ദി സൊസൈറ്റി ആൻഡ് ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി കമ്പനി ടു കോൺട്രിബ്യൂട്ട്. സൊസൈറ്റിയിൽ നിന്നാണ് എല്ലാ ഗെയിനും ഈ കമ്പനിക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് ഉണ്ടാകുന്നത്. കമ്പനി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സിറ്റിസൺ ആണ്, അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഡ്യൂട്ടിയാണ് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. Business is the organ of the society and work in general interest of the society. Basically, what we said. ഇത് സൊസൈറ്റിയാണ് ബിസിനസ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സൊസൈറ്റി കൊണ്ടാണ് ബിസിനസ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് വേണ്ടി എപ്പോഴാണ് സൊസൈറ്റിക്ക് നീഡ് ഉള്ളത് ആ ടൈമിൽ സൊസൈറ്റിക്ക് വേണ്ടി ആക്ട് ചെയ്യുക എന്നുള്ളത് ബിസിനസിന്റെ ഉത്തരവാദിത്തമാണ്. സോ ലെറ്റ്സ് ടേക്ക് സം ഡെഫിനിഷൻസ്. ബേസിക് ഒരു ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ആസ്പെക്ട്സ്. First, it is a continuing committee of the business. CSR എന്ന് പറയുന്നത് ഒരു continuing commitment ആണ്. Sorry, that's a mistake. This is to ഇതൊരു കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ, കമ്മിറ്റി അല്ല കമ്മിറ്റ്മെന്റ്. So this is to behave ethically and contribute to the economic development of the company. എത്തിക്കൽ ബിഹേവിയറും ആ എത്തിക്കൽ ബിഹേവിയർ ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എഷ്യൂർ ചെയ്യുക. രണ്ട്, with improvements in quality of life and life of the workforce, their families and society. So basically general things that we know, നമുക്ക് അറിയാവുന്ന ജനറൽ തിങ്സ് മാത്രം ഒരു കണ്ടിന്യൂയിങ് കമ്മിറ്റ്മെന്റ്. ആ കണ്ടിന്യൂയിങ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എത്തിക്കൽ ബിഹേവിയറിനും അതേപോലെ സോഷ്യൽ ഇംപ്രൂവ്മെന്റിനും വേണ്ടിയായിരിക്കണം. Then CSR achieves commercial success by the way of ഓണറിങ് എത്തിക്കൽ വാല്യൂസ്. എത്തിക്കൽ വാല്യൂസ് ഓണർ ചെയ്യുന്നത് വഴിയും അതേപോലെ റെസ്പെക്ടിങ് പീപ്പിൾ, സൊസൈറ്റി ആൻഡ് നാച്ചുറൽ എൻവയോൺമെന്റ്, ഇതെല്ലാം ചെയ്യുന്നത് വഴി കമ്പനിക്ക് ഒരു റെസ്പെക്ട് കിട്ടുന്നു. ആ കമ്പനിയുടെ റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മളുടെ റിസൾട്ടുകളിലേക്ക് എത്തിക്കും എന്നുള്ള കൺസെപ്റ്റ് ആണ് CSR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റ്, കമ്പനി ഗെയിൻ ചെയ്യുന്നത് എത്തിക്കൽ പ്രാക്ടീസസ് വഴിയായിരിക്കണം. ആ എത്തിക്കൽ പ്രാക്ടീസസ് വഴി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും ബെനിഫിറ്റ് ഉണ്ടാവും, അതേപോലെ സൊസൈറ്റിക്കും ബെനിഫിറ്റ് ഉണ്ടാവും. CSR is closely related with the principles of sustainable development. Sustainable development അജണ്ടയുണ്ട്, ഒരു 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബൈ UN. അതിനകത്ത് പറയുന്ന പ്രൊവിഷൻസിനെല്ലാം നമുക്ക് CSRുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൺസെപ്റ്റ് ആണ് വരുന്നത്. സസ്റ്റൈനബിൾ ഇൻ ദി സെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ റിസോഴ്സസും ഫ്യൂച്ചർ ജനറേഷന് കൂടി ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ഓൾ ദി സിറ്റിസൺസ്, ഓൾ ദി ഏരിയാസ് ടുഗദർ. അതായത് ഒരു റീജിയനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്കും ആകാൻ പാടില്ല എന്നുള്ള കൺസെപ്റ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പെർവ്യൂവിൽ വരുന്നത്. CSR എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, സോ ബേസിക്കലി ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കമ്പനിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എത്തിക്കലി നോക്കുകയാണെങ്കിൽ കോൺട്രിബ്യൂട്ട് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ദി സൊസൈറ്റി. ദെൻ രണ്ടാമതായിട്ട് ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഇത് രണ്ടും ചെയ്യുന്നത് വഴി കമ്പനി സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ എത്തിക്കൽ വാല്യൂസ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എത്തിക്കൽ വാല്യൂസ് ആകാം, ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടാകാം. ആ എത്തിക്കൽ വാല്യൂസ് ഫോളോ ചെയ്യുന്നതോടൊപ്പം പീപ്പിളിനെ റെസ്പെക്ട് ചെയ്യുക. ബിക്കോസ് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് കിങ് എന്നുള്ള രീതിയിലുള്ള അപ്രോച്ച്. അവർക്ക് വേണ്ടത് എന്താണോ ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം CSRന്റെ പാർട്ടായിട്ട് നമുക്ക് പറയാം.
Then why CSR is relevant? First of all, iron law of responsibility എന്താണ് നമ്മൾ നോക്കും. Then to fulfill long term self interest, കമ്പനി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, ബേസിക്കലി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ്, ആ സൊസൈറ്റിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ CSR റെസ്പോൺസിബിലിറ്റീസ് കാണിച്ചേ പറ്റൂ. Then to establish better public image, to avoid government regulation and control, ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് റെഗുലേഷൻസ് വളരെ കുറവായിരിക്കും. ദെൻ അവോയ്ഡ് മിസ്യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എക്കണോമിക് പവർ, പ്ലാച്ചിമടയിലൊക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കരുത്. ആൻഡ് ടു കൺവേർട്ട് റിസോഴ്സസ് റെസിസ്റ്റൻസ് ഇൻ ടു റിസോഴ്സസ്, ഒപ്പോസിഷൻ ഉണ്ടാകാതെ ആ ഒപ്പോസിഷനെ നമ്മൾ റിസോഴ്സസ് ആക്കി മാറ്റുക, റെസിസ്റ്റൻസിനെ റിസോഴ്സസ് ആക്കി മാറ്റാൻ വേണ്ടി CSR നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് മിനിമൈസ് എൻവയോൺമെന്റൽ ഡാമേജ്. ഇതെല്ലാം CSR വേണമെന്ന് പറയാനുള്ള പ്രധാന കാരണങ്ങൾ. ദെൻ ഇന്ന് കോമൺ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് കാണാവുന്നത് CSRുമായി ബന്ധപ്പെട്ട് കമ്മിറ്റ്മെന്റ് ടു ഡൈവേഴ്സിറ്റി ഇൻ ഹയറിംഗ് എംപ്ലോയീസ് ആൻഡ് എലിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ. ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിനെ മാത്രമേ നമ്മൾ ഹയർ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ഡിസ്ക്രിമിനേഷൻ ആണ്. ജെൻസിനെ മാത്രമേ ഹയർ ചെയ്യുള്ളൂ, അങ്ങനെ പറയുന്നൊരു ഡിസ്ക്രിമിനേഷൻ ആണ്. അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും റേസിന്റെ പേരിലോ കാസ്റ്റിന്റെ പേരിലോ ക്രീഡിന്റെ പേരിലോ ഒന്നും പാടില്ലെന്ന് ആസ് പെർ ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേറ്റീവ് പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കമ്പനീസ് ഫോളോ ചെയ്യുന്ന CSR ആക്ടിവിറ്റീസിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ അഡോപ്ഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ, ദെൻ മാനേജ്മെന്റ് ടീംസ് ദാറ്റ് വ്യൂ എംപ്ലോയീസ് ആസ് അസറ്റ്സ് റാദർ ദാൻ കോസ്റ്റ്. എംപ്ലോയീസിനെ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, അതേപോലെ കോസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ഒരു ചെലവ് എന്നുള്ള രീതിയിലല്ല, ദേ ആർ അവർ പാർട്ട് എന്നുള്ള രീതിയിലുള്ള കൺസിഡറേഷൻ ഇന്നത്തെ CSR ആക്ടിവിറ്റീസിന്റെ ഒരു വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഹൈ പെർഫോമൻസ് വർക്ക് പ്ലേസ് ദാറ്റ് ഇന്റഗ്രേറ്റ്സ് ദി വ്യൂ ഓഫ് ലൈൻ എംപ്ലോയീസ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. എംപ്ലോയീസിനെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്. ദെൻ അഡോപ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോളിസീസ് that exceed compliances and with social and environmental laws. സൊസൈറ്റൽ ലോസ് പ്രകാരം നിയമപരമായിട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ആക്ടിവിറ്റീസ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന രീതി, അത് ഇന്നത്തെ കമ്പനീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ആസ് പെർ ലോ പറയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു രീതി. ആൻഡ് അഡ്വാൻസ്ഡ് റിസോഴ്സ് പ്രൊഡക്ടിവിറ്റി ഫോക്കസ്ഡ് ഓൺ ദി യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഇൻ എ മോർ പ്രൊഡക്റ്റീവ്, എഫിഷ്യന്റ് ആൻഡ് പ്രോഫിറ്റബിൾ ഫാഷൻ. റീസൈക്ലിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നാച്ചുറൽ റിസോഴ്സസിനെ കുറച്ചും കൂടി സസ്റ്റൈനബിൾ വേയിൽ ഉപയോഗിക്കുക, ഫ്യൂച്ചറിലേക്ക് കരുതി വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഇന്നത്തെ കമ്പനീസ് CSR ആക്ടിവിറ്റി ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ കണ്ടീഷൻസ് under which goods and products directly or by contract employees domestically or abroad. So ഈ പറയുന്ന പ്രൊഡക്ട്സ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട്, ഗുഡ്സും അതേപോലെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കണ്ടീഷൻസ് ഒക്കെ പുറപ്പെടുവിക്കുക, കണ്ടീഷൻസ് ഒക്കെ ഏറ്റെടുക്കുക എന്നുള്ള രീതിയിൽ. സോ ബേസിക്കലി ഇന്നത്തെ കമ്പനികൾ ഫോളോ ചെയ്യുന്ന CSR പ്രാക്ടീസസിൽ നമുക്ക് എടുത്തു പറയാവുന്ന ചേഞ്ചസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. Then as I said, there is an iron law of responsibility. Iron law of responsibility എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നത് അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ്. ആ പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുള്ളത് സൊസൈറ്റിയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി ടു മീറ്റ് സൊസൈറ്റീസ് എക്സ്പെക്ടേഷൻസ്. ഓക്കെ, അതാണ് ആക്ച്വലി അയൺ ലോ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇഫ് ബിസിനസ് ഇന്റൻഡ് ടു റീറ്റെയിൻ ഇറ്റ്സ് existing social rule and power, it must respond to societal needs constructively. This is known as iron law of responsibility. Because സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ സാധിച്ചാൽ മാത്രമേ ബിസിനസ്സിനെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, ഈ പറയുന്ന സൊസൈറ്റിയാണ് ബിസിനസ്സിനെ പിടിച്ചു നിർത്തുന്നത്. ആ പിടിച്ചു നിർത്തുന്ന സൊസൈറ്റിക്ക് തന്നെ ബിസിനസ്സിനെ ഇല്ലായ്മ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് എന്താണോ സൊസൈറ്റിക്ക് വേണ്ടത് അതിനനുസരിച്ച് ക്വാളിറ്റിയിലും അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് അയൺ ലോ ഓഫ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബൈ യൂസിങ് അയൺ ലോ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ്, കമ്പനിക്ക് നോർമലി കിട്ടുന്ന സൊസൈറ്റിക്ക് നോർമലി കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്രൈം റേറ്റ്സ് കുറയ്ക്കാൻ സാധിക്കും. ദെൻ ലേബർ റിക്രൂട്ട്മെന്റ് യൂസ് ചെയ്യാവുന്നു. ബിക്കോസ് ഒരു ലോക്കൽ ഏരിയയിൽ നിന്ന് തന്നെ
റിക്രൂട്ട്മെന്റ് എഷ്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ റെഡ്യൂസ്ഡ് എംപ്ലോയീസ് ആബ്സെന്റീസും പ്രോപ്പർ മാനേജ്മെന്റും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയി റിറ്റൻഷൻ പോളിസീസും കൊണ്ട് എംപ്ലോയിയുടെ ആബ്സെന്റീസും കുറയ്ക്കാൻ സാധിക്കും. ദെൻ ഈസിയർ ടു ആക്സസ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ, ബെറ്റർ കണ്ടീഷൻസ് ഫോർ ലോൺസ് ആൻഡ് ലോൺസ് ഓൺ ഇന്റർനാഷണൽ മണി മാർക്കറ്റ്സ്. ഇവരുടെ പോളിസീസ് വെച്ചുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ ചെയ്യാൻ, ആക്സസ് ചെയ്യാൻ വേണ്ടി ഈസി ആവുന്നു. അതേപോലെ ഇന്റർനാഷണൽ മണി മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനും എളുപ്പമാകുന്നു. റെഗുലേഷൻസ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഫൈനലി ഡിപ്പെൻഡബിൾ ആസ് പ്രിഫേർഡ് ആസ് സപ്ലയർ, എക്സ്പോർട്ടർ, ഇമ്പോർട്ടർ ആൻഡ് റീറ്റെയിലർ. സോ ഈ ഓരോ ഇൻഡിവിജ്വൽസിനും, നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും നമ്മളിൽ വിശ്വാസം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി ജനറൽ തിങ്സ് ദാറ്റ് വി നീഡ് ടു നോ അബൌട്ട് CSR. ദെൻ ബെനിഫിറ്റ്സ് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ. ദെൻ ഗവൺമെന്റ് റെഗുലേഷൻസിനും ചെക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഇക്കോളജിക്കൽ ഡാമേജ് കുറയ്ക്കാൻ സാധിക്കുന്നു. ദെൻ ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കുന്നു. ഓപ്പറേഷണൽ കോസ്റ്റ് കുറയുന്നു. റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈവൻ ദോ ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ്, കമ്പനീസ് എത്തിക്കലി അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടുതലായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറയുന്നതായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മെയിൻലി ബിക്കോസ് ഓഫ് എംപ്ലോയി സപ്പോർട്ട് ആൻഡ് സൊസൈറ്റൽ സപ്പോർട്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും ഓപ്പറേഷണൽ കോസ്റ്റിലുള്ള കുറവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ലൈക്വൈസ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നു. ദെൻ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാനും അവരെ അട്രാക്ട് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആകുന്നു. Then there is a concept of corporate citizenship. The term corporate citizenship denotes the extent to which business meets the legal, ethical, economical and voluntary responsibilities placed on them by their stakeholders. Stakeholders ഇവരിൽ കൊടുത്തിട്ടുള്ള ലീഗൽ, എത്തിക്കൽ ആൻഡ് ഇക്കണോമിക് പ്ലസ് വോളണ്ടറി റെസ്പോൺസിബിലിറ്റി എത്രമാത്രം കമ്പനി ഫോളോ ചെയ്യുന്നുണ്ട്, ആ ഒരു കൺസെപ്റ്റ് ആണ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Companies can best benefit their stakeholders by fulfilling their economic, legal, ethical and discretionary responsibilities. So, social responsiveness എന്ന് പറയുന്ന ഒരു രീതി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും സോഷ്യൽ റെസ്പോൺസിവ്നെസ് എന്ന് പറയുന്ന ഒരു വേയിലേക്ക് മാറുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഐഡിയോളജിയാണ് ആക്ച്വലി കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്. ഇതോട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇക്കണോമിക്കൽ ആസ്പെക്ട്സ്, ലീഗൽ വയബിലിറ്റി, അതേപോലെ എത്തിക്കൽ സെൻസിറ്റിവിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തുന്നത്, ആ ഒരു വേ ആണ് ആക്ച്വലി കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വൺ മോർ ഏരിയ നമ്മളുടെ ഡിസ്കഷനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. CSR provisions as per Companies Act 2013. 2013 CSR provisions, 2013 ആക്ട് പ്രകാരം CSR provisions ഏതൊക്കെ കമ്പനീസ് ആണ് എത്രമാത്രമാണ് CSR ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ടിലെ സെക്ഷൻ 135 പ്രകാരം നമുക്ക് കാണാം CSR കമ്മിറ്റീസ് ഫോം ചെയ്യുന്നതിനെ പറ്റി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദിസ് കമ്മിറ്റീസ് ഫോം ചെയ്യുന്നതിന്റെ ബേസിക് ഇന്റൻഷൻ എന്ന് പറയുന്നത് CSR ആക്ടിവിറ്റീസിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ കമ്പനീസ് എല്ലാം ഒരു CSR പോളിസി ക്രിയേറ്റ് ചെയ്യണം. ദെൻ അണ്ടർടേക്ക് CSR ആക്ടിവിറ്റീസ് ആസ് പെർ CSR പോളിസി. ഈ CSR പോളിസി പ്രകാരമുള്ള ആക്ടിവിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുക. അതോടൊപ്പം തന്നെ അണ്ടർടേക്ക് CSR സ്പെൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ്. ആ കണ്ടീഷൻ നമ്മൾ പറയും 2% എന്നുള്ളതാണ് കോൺട്രിബ്യൂഷൻ വരേണ്ടത്. ഡിസ്ക്ലോസ് ഇൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ആൻഡ് കമ്പനീസ് വെബ്സൈറ്റ്. ഈ പറയുന്ന CSR ആക്ടിവിറ്റീസ് എല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റിപ്പോർട്ടിനകത്തും കമ്പനിയുടെ വെബ്സൈറ്റിനകത്തും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. സോ ദീസ് ആർ ദി കണ്ടീഷൻസ്, ദീസ് ആർ ദി മാൻഡേറ്ററി CSR പ്രൊവിഷൻസ് ആസ് പെർ സെക്ഷൻ 135 ഓഫ് കമ്പനീസ് ആക്ട്. ദെൻ ഈ പ്രൊവിഷൻസ് എവിടെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ആപ്ലിക്കബിലിറ്റി നോക്കുകയാണെങ്കിൽ ഓൺ എവറി കമ്പനി ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ഷെയർ ഹോൾഡിംഗ് ഓർ സബ്സിഡറി having a net worth of rupees 500 crore or more, 500 കോടി രൂപയിൽ കൂടുതൽ നെറ്റ് വർത്ത് ഉള്ള ഏതൊരു കമ്പനിക്കും, ഓർ ടേൺ ഓവർ ഓഫ് rupees 1000 crore or more, 1000 കോടി രൂപയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള കമ്പനി, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 5 crore or more, 5 കോടി രൂപയിൽ കൂടുതൽ നെറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന കമ്പനി. ഓക്കെ, ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ നമ്മുടെ കമ്പനി വരുന്നുണ്ടെങ്കിൽ
ഡ്യൂറിങ് ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ, ഓക്കെ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മളുടെ കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2% അവരുടെ പ്രോഫിറ്റിന്റെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിന്റെ 2% CSR ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ കണ്ടീഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഓൺ എവരി കമ്പനി ഇൻക്ലൂഡിങ്, കമ്പനി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹോൾഡിങ്ങും സബ്സിഡറി കമ്പനി ഉൾപ്പെടെയുള്ള നെറ്റ് വെർത്ത് 500 കോടി രൂപയിൽ കൂടുകയാണ്. രണ്ടാമതായിട്ട് ടേൺ ഓവർ ആണെങ്കിൽ ടേൺ ഓവർ 1000 കോടിയിൽ കൂടുന്നുണ്ട്, ഓർ നെറ്റ് പ്രോഫിറ്റ് 5 crore കൂടുതലാണ്. ഈ സിറ്റുവേഷൻസിൽ അവരുടെ ടോട്ടൽ CSR സ്പെൻഡിങ് എന്ന് പറയുന്നത് അവരുടെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിന്റെ 2% CSR ആയിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് CSR പ്രൊവിഷൻസ് ആസ് പെർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. ഓക്കെ, any doubts? ക്ലിയർ ആണ്? ഓക്കെ, സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആവറേജ് നെറ്റ് പ്രോഫിറ്റ് അല്ലേ. CSR സ്പെൻഡ് എന്ന് പറയുന്നത് 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആണ്. എത്ര വർഷത്തെ ആവറേജ്? കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും എടുക്കുക. ഏതെങ്കിലും ഒരു വർഷം ഈ പറയുന്ന കമ്പനി, അതായത് ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് 500 crore കൂടുതലാവും, അല്ലെങ്കിൽ ടേൺ ഓവർ 1000 crore കൂടുതലാണ്, അതുമല്ലെങ്കിൽ പ്രോഫിറ്റ് 5 crore കൂടുതലാവുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റിന്റെ 2%, പ്രോഫിറ്റിന്റെ ആവറേജിന്റെ 2% അവർ CSR എന്നുള്ള രീതിയിൽ മാറ്റിവെക്കണം. ഇതാണ് CSR റെസ്പോൺസിബിലിറ്റി. പ്ലസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു CSR കമ്മിറ്റി ഫോം ചെയ്യണമെന്ന്. ഓക്കെ, എവറി കമ്പനി ഓൺ വിച്ച് CSR is applicable is required to constitute a CSR company. ഓക്കെ, ആ CSR കമ്മിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി കൺസിസ്റ്റിംഗ് ഓഫ് 3 or more members, out of which at least 1 director shall be independent director. ഈ പറയുന്ന കമ്മിറ്റിയിൽ 3 മെമ്പേഴ്സ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അതിനകത്ത് ഒരു മെമ്പർ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. However, if the company is not required to appoint an independent director, then it shall have in 2 or more directors to the committee. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണ്ടാത്ത കമ്പനിയാണെങ്കിൽ, അത്തരത്തിലുള്ള കാറ്റഗറിയിൽ വരുന്ന കമ്പനിയാണെങ്കിൽ അവിടെ 2 പേരെ വെച്ചുകൊണ്ട് അവർക്ക് CSR കമ്മിറ്റി ഫോം ചെയ്യാം. Then consisting of 2 directors in case of a private company having only 2 directors on its board. So ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവിടെ 2 പേരെങ്കിലും ചേർന്നുകൊണ്ടായിരിക്കണം CSR കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി consisting of at least 2 persons in case of a foreign company, of which 1 person shall be an authorized person resident in India and another is nominated by the foreign company. ഇനി ഒരു ഫോറിൻ കമ്പനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ആ 2 പേരിൽ ഒരാൾ ഇന്ത്യക്കാരനാകണം, മറ്റേയാൾ കമ്പനി നോമിനേറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽ ആകണം. ഓക്കെ, സോ ദിസ് ആർ ദി കണ്ടീഷൻസ് ഫോർ ക്രിയേറ്റിംഗ് CSR കമ്മിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാൻഡേറ്ററി ആണ്. ആസ് പെർ സെഷൻ 135 CSR കമ്മിറ്റി ഫോം ചെയ്യണം ഡയറക്ടേഴ്സിന്റെ. അതുകൂടാതെ CSR പോളിസി ക്രിയേറ്റ് ചെയ്യണം. CSR പോളിസി പ്രകാരമുള്ള CSR ആക്ടിവിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യണം. ദെൻ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് 2% എങ്കിലും മിനിമം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ആ 2% കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാറ്റഗറി നമ്മൾ പറഞ്ഞു. പിന്നീട് എന്താണ് CSR കമ്മിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Any doubts? എല്ലാവരും സൈലന്റ് സ്പെക്ടേറ്റേഴ്സ് ആണോ? ഒന്നും ഇങ്ങോട്ട് കേൾക്കുന്നില്ല.
ഓക്കെ ഫൈൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം. നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ആൻസർ റൈറ്റ് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് തരൂ. സജഷൻസ് വേണമെങ്കിൽ ഞാൻ തരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.